ചരിത്രം പലപ്പോഴും നിശബ്ദമാക്കപ്പെട്ടവരുടെ വിലാപമാണ്. നാം പാഠപുസ്തകങ്ങളിൽ പഠിക്കാത്ത എന്നാൽ മനുഷ്യത്വം മരവിച്ചു പോയ ഒരു കാലമുണ്ട്. 1943 രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഇരമ്പലുകൾക്കിടയിൽ ബംഗാളിന്റെ മണ്ണിൽ 30 ലക്ഷം മനുഷ്യർ പിടഞ്ഞു മരിച്ചു. അത് പ്രകൃതിയുടെ പരാജയമായിരുന്നില്ല, മറിച്ച് ലണ്ടനിലിരുന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വരച്ച ഒരു മരണരേഖയായിരുന്നു. രാഷ്ട്രീയം എങ്ങനെ വിശപ്പിനെ ആയുധമാക്കുന്നു എന്നതിന്റെ ക്രൂരമായ ഉദാഹരണമായിരുന്നു അത്. ബർമ്മ ജപ്പാന്റെ കയ്യിലായതോടെ ബംഗാളിലേക്കുള്ള അരിയുടെ വരവ് നിലച്ചു. പക്ഷേ യഥാർത്ഥ ദുരന്തം അതല്ലായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഡിനായൽ പോളിസി പ്രകാരം ബംഗാളിലെ മിച്ചമുള്ള ധാന്യവും ഗതാഗത സംവിധാനങ്ങളും അവർ പിടിച്ചെടുത്തു. യുദ്ധം ജയിക്കാൻ ബ്രിട്ടീഷ് പട്ടാളത്തിന് അരി വേണമായിരുന്നു. യൂറോപ്പിലെ സൈലോകൾ നിറയ്ക്കാൻ ബംഗാളിലെ വയറുകൾ അവർ ഒട്ടിച്ചു. കാനഡയും ഓസ്ട്രേലിയയും സഹായം വാഗ്ദാനം ചെയ്തിട്ടും ചർച്ചിൽ അത് നിരസിച്ചു. ഇന്ത്യക്കാർ മുയലുകളെ പോലെ പെറ്റുപെരുകുന്നവരാണ്, അവർ പട്ടിണി കിടന്നു മരിച്ചാലും സാരമില്ല എന്നായിരുന്നു ചർച്ചിലിന്റെ ക്രൂരമായ നിലപാട്. കപ്പലുകൾ നിറയെ ധാന്യം ബംഗാൾ തീരത്തു നിന്ന് ലണ്ടനിലേക്ക് പോകുമ്പോൾ കരയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു പിടി അരിക്കായി മണ്ണിൽ മുഖമമർത്തി വീണു. പിന്നീട് കണ്ടത് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരതയാണ്. വിശപ്പടക്കാൻ മനുഷ്യൻ പുല്ലും കരിയിലയും തിന്നു. തെരുവുകളിൽ അരിക്കഞ്ഞിക്കായി വരി നിന്നവർ ശവങ്ങളായി വീണു. അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിറക്കി വെള്ളത്തിനായി വിറ്റു. നായ്ക്കളും കുറുനരികളും മനുഷ്യ ശരീരങ്ങൾക്കായി കാത്തിരുന്നു. കൊൽക്കത്തയിലെ ആഡംബര ഹോട്ടലുകളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വിരുന്നുകൾ ആസ്വദിക്കുമ്പോൾ അതേ ഹോട്ടലിന്റെ പടിക്കൽ ഒരു പിടി എച്ചിലിനായി പതിനായിരങ്ങൾ മരിച്ചു വീണു. അധികാരത്തിന്റെ ഉന്മാദത്തിൽ ഒരു ജനതയുടെ ജീവൻ വെറും കരിക്കട്ടകളായി മാറി. ഇതൊരു ക്ഷാമമായിരുന്നില്ല, ഇതൊരു കൊലപാതകമായിരുന്നു. പൂർത്തിവെപ്പുകാരും കരിഞ്ചന്തക്കാരും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ തണലിൽ കൊഴുത്തു തടിച്ചപ്പോൾ ബംഗാളിലെ നെൽപ്പാടങ്ങൾ ശവകുടീരങ്ങളായി മാറി. മനുഷ്യത്വം മരവിച്ച ആ നാളുകളിൽ ഗംഗാ നദിയിലൂടെ ഒഴുകിപ്പോയത് വെറും ശവങ്ങളായിരുന്നില്ല, ഒരു ജനതയുടെ ആത്മാഭിമാനം കൂടിയായിരുന്നു. 30 ലക്ഷം മനുഷ്യജീവനുകൾ വെറും അസ്ഥികൂടങ്ങളായി മാറി. എന്തുകൊണ്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ല? കാരണം ഇതൊരു കൊലപാതകമായിരുന്നു. ഹിറ്റ്ലർ ഗ്യാസ് ചേംബറുകളിൽ ചെയ്തതിനേക്കാൾ വലിയൊരു ക്രൂരത വിശപ്പിലൂടെ ചർച്ചിൽ ഇന്ത്യയിൽ നടപ്പിലാക്കി. ഈ ക്ഷാമം ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് തകർത്തു. അത് കേവലം ഒരു ചരിത്രമല്ല, സാമ്രാജ്യത്വത്തിന്റെ മുഖത്തെ ഒരിക്കലും മായാത്ത കറുത്ത പാടാണ്. മറവി എന്നത് മറ്റൊരു കുറ്റകൃത്യമാണ്. ബംഗാൾ ക്ഷാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്: അധികാരം വിവേകശൂന്യമാകുമ്പോൾ ആഹാരം ഒരു ആയുധമാകും. ഈ ചരിത്രം നാം ഓർക്കണം, വരും തലമുറയ്ക്കായി.